Hello dear students, hope you all are fine. We have already started 5th semester classes. നമുക്കറിയാം COVID-19 എന്ന മഹാമാരി കാരണമാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടി വന്നത്. So you must take advantages of these opportunities and hope this will make us to cover syllabus and to maintain flow study. 5th സെമസ്റ്ററിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷനിൽ രണ്ട് സബ്ജക്റ്റാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന സബ്ജക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ഈ സബ്ജക്റ്റ് 5 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ ഗീവ്സ് ഇൻട്രൊഡക്ഷൻ എബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. What is investments? What are the objectives, features of investments, different types of investments തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ പ്രോബ്ലം ബേസ്ഡ് മൊഡ്യൂളാണ്. എങ്ങനെയാണ് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Then third module is based on security analysis. How to analyze security. അതാണ് തേർഡ് മൊഡ്യൂളിൽ പറയുന്നത്. Then fourth module portfolio analysis. Portfolio means effective combination of different securities. Different securitiesൻ്റെ ഇഫക്റ്റീവ് കോമ്പിനേഷനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫോർത്ത് മൊഡ്യൂളിൽ പറയുന്നത്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂൾ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള അതിനെക്കുറിച്ചിട്ടാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഫണ്ടമെൻ്റൽസ് മീൻസ് ബേസിക്സ്. സോ ഇൻ ദിസ് സബ്ജക്റ്റ് വി സ്റ്റഡി അബൌട്ട് ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. What do you mean by investment? All of you know about investment and some of you are interested in investing in shares, debentures, mutual funds, etc. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്നവരായിരിക്കും. എനിവേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഏതെങ്കിലും ഫിനാൻഷ്യൽ അസറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് റിട്ടേൺസ് ഏൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വീണ്ടും ക്യാഷാക്കി മാറ്റുക. ദാറ്റ് ഈസ് മണി ഷുഡ് മേക്ക് എ മണി ഫോർ യു. പക്ഷെ നമുക്കതൊരു ഡെഫിനിഷൻ പഠിക്കണം. അക്കോർഡിംഗ് ടു ഷാർപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ സാക്രിഫൈസ് ഓഫ് സെർട്ടൻ പ്രസൻറ്റ് വാല്യൂ ഫോർ സം അൺസെർട്ടൻ ഫ്യൂച്ചർ വാല്യൂ. അതായത് നമ്മുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അതെങ്ങനെ 1500 രൂപ ആക്കാം എന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ക്യാഷ് വേണം. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യാൻ നമുക്ക് ഇൻകം ആവശ്യമാണ്. അപ്പോൾ ഇൻകം അറ്റൈൻ ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്? വാട്ട് ആർ ദ റീസൺസ് ടു ഇൻവെസ്റ്റ്? നമ്മുടെ എക്സ്പെൻസസ് നമുക്ക് വരുന്ന നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നന്നായിരിക്കും. നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ഗോൾസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇന്ന് 100 രൂപക്ക് വാങ്ങിയ സാധനം ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് 100 രൂപക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ആ 100 രൂപ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് ആ സാധനം അപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് റിട്ടേൺസ് കിട്ടും. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഐറ്റം വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ, അപ്പോൾ നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ, അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യാനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെന്നും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും.
Then next, what are the features of investment? ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വൺ വരുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളതാണ്. ഇപ്പോൾ ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ് വി മസ്റ്റ് കൺസിഡർ റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും എത്ര തിരിച്ചു കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക, ഷെയർസിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതൊക്കെ തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് റിട്ടേൺസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് 120 രൂപ കിട്ടുന്നുവെങ്കിൽ അവിടെ റിട്ടേൺസ് ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് 80 ആണെങ്കിൽ അതിന് അവിടെ റിട്ടേൺസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺസ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ റിസ്ക് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത് റിസ്ക്. ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. റിസ്ക് ഈസ് ദ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി അബൌട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് ആക്ച്വൽ റിട്ടേൺ. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺസും നമ്മളുടെ ആക്ച്വൽ റിട്ടേൺസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് കൂടുതൽ കുറവൊക്കെ ഉള്ള ഡിഫറെൻ്റ് അസറ്റ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഗവൺമെൻറ് ബോണ്ട്സ്, ഇതൊക്കെ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്. അവിടെ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് കിട്ടും എന്നുള്ളതാണ് ഇത്തരം സെക്യൂരിറ്റീസിൻ്റെ പ്രത്യേകത. നേരെ മറിച്ച് ഷെയർസ് ആണെങ്കിൽ, ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഹൈലി റിസ്ക്കിയാണ്. അതായത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എല്ലാ മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിനെ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തും ലാസ്റ്റാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൺസിഡർ ചെയ്യുക. പക്ഷേ അവിടെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പോൾ അതാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രത്യേകത. റിസ്ക് കൂടുതലാണ്, പക്ഷേ റിട്ടേൺസ് കൂടുതലായിരിക്കും. അപ്പോൾ റിസ്ക് കൂടും തോറും റിട്ടേൺസ് കൂടും എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത് മാർക്കറ്റബിലിറ്റി ഓർ ലിക്വിഡിറ്റി. അപ്പോൾ ഷെയർ മാർക്കറ്റബിൾ ആവണം. ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ് വി മസ്റ്റ് കൺസിഡർ മാർക്കറ്റബിലിറ്റി ഓർ ലിക്വിഡിറ്റി. എന്താണ് മാർക്കറ്റബിലിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ അസറ്റ് ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ്. അതായത് നമ്മളുടെ അസറ്റുകൾ നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്നുവെങ്കിൽ അത് ലിക്വിഡാണെന്ന് പറയാം. നമുക്കത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഷെയർ ഉണ്ട്, നമുക്കത് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് ലിക്വിഡിറ്റി ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മളുടെ ഷെയർ സെലക്ട് ചെയ്യുമ്പോൾ ലിക്വിഡായിട്ടുള്ള ഷെയർസിനെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത് ടാക്സ് കൺസിഡറേഷൻസ്. സം ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എൻജോയ് ടാക്സ് ബെനിഫിറ്റ്സ്. ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്നുണ്ട് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളത് എന്ന്. അതിനൊരു എക്സാമ്പിളാണ് PF പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നുള്ളത്. അപ്പോൾ സെക്യൂരിറ്റീസിനെ അനലൈസ് ചെയ്യുമ്പോൾ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ, റിസ്ക്, മാർക്കറ്റബിലിറ്റി, ടാക്സ് കൺസിഡറേഷൻസ്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. There are 3 main investment objectives: safety, growth and income. First one, safety. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും സേഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല. സോ സം ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് കീപ്പിംഗ് ദെയർ മണി ഇൻ സേഫ്. അത്തരത്തിലുള്ളവർ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഗവൺമെൻറ് ബോണ്ട്സ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ്, ഗ്രോത്ത്. ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ ഗ്രോത്ത് ഉണ്ടാവണം.
തേർഡ് വൺ പറയുന്നത് ഇൻകം. ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവാൻ വേണ്ടിയാണ്. അത്തരത്തിലുള്ളവരും ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഗവൺമെൻറ് ആൻഡ് കോർപ്പറേറ്റീവ് ബോണ്ട്സ് ഇതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. These are the main objectives of investment. Today we have discussed about what is investment, what are the features and objectives of investment, what are the reasons to invest. ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ സാക്രിഫൈസ് ഓഫ് certain present value for some uncertain future value. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ക്യാഷ് വീണ്ടും ക്യാഷാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ, റിസ്ക്, മാർക്കറ്റബിലിറ്റി ഓർ ലിക്വിഡിറ്റി, ദെൻ ടാക്സ് കൺസിഡറേഷൻസ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒബ്ജക്റ്റീവ്സ് മെയിൻ 3 ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. ഒന്ന് സേഫ്റ്റി, then income and growth. These are the topics we have discussed today. Okay, thank you.